ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ സ്നേഹവും കരുണയും കരുതലും കൊണ്ട് നമുക്കൊരു ദിവസം കൂടി ലഭിക്കാനിടയായി. കഴിഞ്ഞ രാത്രിയിലും കർത്താവ് നമുക്ക് സുഖകരമായ ഉറക്കം നൽകി. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിച്ചു. ഓരോ ദിവസം കൂടി, ഒരു പ്രഭാതം കൂടി നമുക്ക് കർത്താവ് തന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഓരോ ദിവസവും തരുന്നത് കർത്താവിൻ്റെ കൂട്ടായ്മയിലായിരിക്കാനും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ദൈവിക ആഗ്രഹം തന്നെ കർത്താവ് ജനവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യനുമായിട്ടുള്ള തൻ്റെ കൂട്ടായ്മയായിരുന്നു. എന്നാൽ പാപം അതിനെല്ലാം തടസ്സമായി തീർന്നു. എന്നാൽ കർത്താവിൻ്റെ പദ്ധതിക്ക് ഒരിക്കലും പരാജയം നേരിടുകയില്ല. കർത്താവ് തൻ്റെ പദ്ധതി പൂർത്തീകരിച്ചു. തൻ്റെ പുത്രനെ ലോകത്തിലയച്ച് നമുക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവവുമായിട്ടും അല്ലെങ്കിൽ ദൈവത്തിന് അകറ്റുന്നതായിരിക്കുന്ന പാപത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെ നമ്മളിൽ നിന്ന് ദൂരീകരിക്കുവാൻ പുത്രൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മൾ വീണ്ടെടുത്തു. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്രനായ ദൈവത്തെക്കുറിച്ചാണ്. പുത്രനായ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ വളരെ ഗഹനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തള്ളിക്കളയുന്ന ഒരു വലിയ കൂട്ടം ജനം ഇന്ന് നമുക്ക് ചുറ്റുപാടിലുമുണ്ട്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ശരിയായ നിലയിൽ നല്ല ബോധ്യമുള്ളവരായിരിക്കണം. ഇന്ന് പല കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ സഭകളിലൊക്കെ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള പഠനം തന്നെ വളരെ കുറവായതുകൊണ്ട് പലർക്കും അതിനെക്കുറിച്ചൊരു നല്ല ഗ്രാഹ്യമില്ല. അപ്പോൾ അനേകരും പിതാവായ ദൈവത്തെ ദൈവമായി കൈക്കൊള്ളുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കുന്നു. എന്നാൽ പുത്രനായ യേശുക്രിസ്തു അവിടുന്ന് ദൈവമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യം പലർക്കുമില്ല. അല്ലെങ്കിൽ തന്നെ പിതാവിനിൽ നിന്നും കുറച്ചുകൂടെ എന്തോ ചെറുതായിട്ട് കാണുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിന് സമനായ അല്ലെങ്കിൽ പിതാവിനോട് സമനായ ഒരുവനാണ് പുത്രനായ യേശുക്രിസ്തു എന്നുള്ള ആ കാര്യം, അതിൽ നമുക്ക് യാതൊരു സംശയത്തിനും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളെ അല്ലെങ്കിൽ വഞ്ചിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, അല്ലെങ്കിൽ പിതാവിനോട് സമനാണ്, അല്ലെങ്കിൽ ആ ഏക ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട് ഉള്ളതിൽ ഒരുവരാണ് കർത്താവായ യേശുക്രിസ്തു എന്നുള്ള ആ സത്യം നമ്മൾ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന നാമങ്ങളിലൂടെ, ആ നാമങ്ങൾ ദൈവത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന നാമങ്ങളാണ് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 6 കാര്യങ്ങൾ കാണുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പെട്ടെന്ന് ആ പോയിന്റുകൾ മാത്രം ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവിടുന്ന് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും യഹൂദന്മാർക്ക് അതൊരു പ്രയാസമില്ലാത്ത കാര്യമാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവമാണ്, ദൈവത്തോട് സമനാണ് എന്നതിൻ്റെ തെളിവാണ്. മറ്റൊന്ന് നമ്മൾ കണ്ടത് ഏകജാതനായ പുത്രൻ എന്നുള്ളതാണ്. അപ്പോൾ ഏകജാതനായ പുത്രൻ എന്നുള്ളതും ദൈവത്തോട് സമനാണ്, ദൈവമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് ആദ്യനും അന്ത്യനും ജീവനുള്ളവനും എന്നാണ്. എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിൻ്റെയും പരമാധികാരി എന്ന് കാണിക്കുന്ന കാര്യമാണ് ആദ്യവും അന്ത്യനും എന്ന് കാണിക്കുന്ന ആ പ്രയോഗം. നാലാമതായി നമ്മൾ കണ്ടത് അവിടുന്ന് ആൽഫയും ഒമേഗയുമാകുന്നു എന്നുള്ളതാണ്. ഈ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ്. അപ്പോൾ പറയുന്ന സാരം ദൈവത്തിൻ്റെ സർവശക്തിയെ പ്രകീർത്തിക്കാനുള്ള മാനുഷിക വാക്കുകളായിട്ടാണ് ഈ ആൽഫ ആൻഡ് ഒമേഗ എന്നുള്ള പ്രയോഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ അഞ്ചാമതായിട്ട് കണ്ടത് അവിടുന്ന് ഏക കർത്താവ് എന്നുള്ളതാണ്. കർത്താവ് എന്നുള്ളതും ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് കർത്താവ്. അപ്പം അങ്ങനെ ആറാമത് നമ്മൾ കണ്ടത് അവിടുന്ന് പരിശുദ്ധനും നീതിമാനും ജീവനായകനുമാകുന്നു എന്നാണ്. അപ്പം ഏകപരിശുദ്ധനേ ഉള്ളൂ, അത് ദൈവമാണ്. അപ്പോൾ അവിടുന്ന്
പരിശുദ്ധനും നീതിമാനും ജീവനായകനുമാകുന്നു. ഇങ്ങനെ 6 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയും കണ്ടത്. ഇനിയും ചില കാര്യങ്ങൾ കൂടി നാമത്തോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള ആ നാമം തന്നെ അത് നമുക്ക് വെളിവാക്കി തരുന്നു. തിരുവെഴുത്ത് എന്തു പറയുന്നോ അതെല്ലാം സത്യമാണ്. അപ്പോൾ പ്രവചനാത്മാവിൽ യേശയ്യാവ് പറഞ്ഞൊരു വാക്യമാണ് ആദ്യം ഞാൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഞാനത് വായിക്കാം. യേശയ്യാവ് 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് നോക്കണം, ഇനി കൊടുത്തിരിക്കുന്ന ആ പേരുകൾ. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ ഇവിടെ 4 പേരുകൾ എടുത്ത് പറഞ്ഞിരിക്കുക. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പം യെശയ്യാവിന് ദൈവം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായി പിറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പേരുകളുടെ ഒരു ശ്രേണിയാണ് അവിടെ പറയുന്നത്. 4 കാര്യങ്ങളാണ്. അവിടുന്ന് അത്ഭുത മന്ത്രി. നമുക്കറിയാം ക്രിസ്തുവിനുള്ള കഴിവിനെ ഊന്നിപ്പറയുന്ന ഒരു വിശേഷണമാണ് അത്ഭുത മന്ത്രി. ഈ ലോകത്തിൽ കർത്താവായിരുന്നപ്പോൾ കർത്താവ് ചെയ്തിട്ടുള്ളതുപോലെ നമ്മുടെ ദൃഷ്ടിയിൽ അത്ഭുതമാണ്, കർത്താവിന് അതൊന്നും അത്ഭുതമല്ല. അതിനെ അടയാളങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കാനായിലെ കല്യാണത്തിന് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയത് ഒരു അടയാളമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അനേക അടയാളങ്ങൾ കർത്താവ് ചെയ്തത് താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല, താൻ ദൈവമാണെന്നുള്ളൊരു തെളിവാണ്. തനിക്ക് എന്തെങ്കിലും തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? താൻ ദൈവമല്ലേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, താൻ അത്ഭുതങ്ങളുടെ തൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന പോലെ അത്ഭുതം ഈ ലോകത്തിൽ ലോക ചരിത്രത്തിൽ അതിലേതെങ്കിലും ഒരു കാര്യം പോലും ചെയ്ത് ആരെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുകയില്ല, അല്ലേ? താൻ ജന്മന അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുക, മുടന്തന്മാരെ നടത്തുക, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കുക, പിന്നെ പാപികളുടെ പാപം ക്ഷമിക്കുക, പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കുക. ഇതൊക്കെ ആർക്കെങ്കിലും കഴിയുന്ന കാര്യങ്ങളാണോ പ്രിയമുള്ളവരെ? അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തിരിക്കുന്ന ഈ അത്ഭുതങ്ങളെല്ലാം താൻ സാക്ഷാൽ ദൈവമാണ്. കാറ്റിനെയും കടലിനെയും കൽപ്പിച്ച് ശാന്തമാക്കുക, കടലിന്മീതെ നടക്കുക, നോക്കുക. അപ്പോൾ ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ അത്ഭുത മന്ത്രി. വീണ്ടും പറയാണ് വീരനാം ദൈവം. നോക്കുക, ഈ ചില ദുരുപദേശ സംഘടനകൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ജനിക്കുന്ന വിശുദ്ധ ശിശുവിൻ്റെ പേര് വീരനാം ദൈവം എന്നായിരിക്കുമെന്ന് ഇവിടെ യെശയ്യാവ് പറയുക. അവൻ വീരനാം ദൈവമാണ്. അവൻ ആരാണ്? വീരനാം ദൈവമാണ്. നോക്കുക, പ്രവാചകനിലൂടെ പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് നിത്യപിതാവ് എന്നാണ് പറയുന്നത്. നിത്യപിതാവ്. നോക്കുക, ദൈവം എല്ലാവരുടെയും സൃഷ്ടിതാവ് എന്ന നിലയിൽ എല്ലാവർക്കും അവൻ പിതാവാണ് എന്ന് നമ്മൾ മലാക്കി പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. അപ്പം സൃഷ്ടിതാവ് എന്ന നിലയിൽ അവിടുന്ന് എല്ലാ സൃഷ്ടികൾക്കും പിതാവാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എല്ലാ സൃഷ്ടിയും സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിനാലാണ് എന്ന് നമ്മൾ അനേക വാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടുന്ന് സൃഷ്ടിതാവായ ദൈവമാണ്. നോക്കുക, അപ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും ഒരേ അർത്ഥത്തിൽ നിത്യപിതാവ് എന്ന് തന്നെ സംബോധന ചെയ്യണം. ഒരേ അർത്ഥത്തിൽ പിതാവിനെ സംബോധന ചെയ്യുന്ന പോലെ തന്നെ പുത്രനെയും സംബോധന ചെയ്യണം. ക്രിസ്തുവും പിതാവായ ദൈവവും തുല്യരാണ്. കാരണം അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 10:30 കർത്താവ് പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുന്ന്
കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് നിത്യപിതാവാണെന്ന്. കുറച്ച് കാലത്തേക്ക് വേണ്ടിയല്ല. അപ്പോൾ പിതാവായ ദൈവത്തിനുള്ള അതേ പദവി തന്നെ ഇവിടെ പുത്രനും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ കാണുന്നത് സമാധാന പ്രഭു എന്ന. സമാധാന പ്രഭു, നമുക്കറിയാം ഈ ലോകത്തിൽ സമാധാനമില്ല. എന്തുകൊണ്ട് സമാധാനമില്ല? കാരണം മനുഷ്യൻ പാപിയാണ്. അപ്പോൾ അവിടുന്ന് മാത്രമാണ് സമാധാന പ്രഭു. നമുക്കറിയാം യെശയ്യാ പ്രവചനം 48:21 വായിക്കുന്നുണ്ട്, ദുഷ്ടന് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. അപ്പം ദുഷ്ടന്മാർക്ക് അല്ലെങ്കിൽ പാപികൾക്ക് സമാധാനമില്ല. അപ്പം നമുക്ക് സമാധാനം ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. അവിടുന്ന് എൻ്റെ പാപപരിഹാരാർത്ഥം ക്രൂശിൽ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന ഒരുവന് മാത്രമേ ഈ സമാധാനം ആസ്വദിക്കുവാനായിട്ട് കഴിയും, അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് പിന്നെ ശാശ്വത സമാധാനം തരുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, റോമർ 5:1, വിശ്വാസത്താൽ നീതിരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നോക്കണം, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം ഈ സമാധാനം കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും ഉണ്ട്. എത്ര വിലപ്പെട്ട കാര്യമാണ്. ഇന്ന് ജനങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, പല വഴികൾ അന്വേഷിക്കുക. എന്നാൽ അവർക്ക് സമാധാനം എങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ അസമാധാനത്തിന് കാരണം തന്നെ പാപമാണ്. ഈ പാപത്തിനുള്ള വിടുതൽ, മോചനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ആ ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയൂ. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ യോഹന്നാൻ 14:20 പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്ന പോലെയല്ല, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിലായിരിക്കുന്ന ദൈവമക്കളോട് പറയുമ്പോഴത്തേക്കും റോമാലേഖനത്തിൽ തന്നെ 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർദ്ധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചു കൊള്ളുക. ആകയാൽ നാം സമാധാനത്തിനും. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ ദൂത് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലുമുണ്ട്. അവരിത് കൊടുക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്തവർക്ക് അത് ലഭിക്കാനിടയായിത്തീരും. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക, പിന്നെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് സമാധാനദാതാവ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, ഈ ലോകത്തിൽ വന്ന ജഡാവതാരം ചെയ്ത ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. നോക്കുക, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, പിന്നെ മത്തായി 1:22 ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ആ പേരും എന്താ പറയുന്നത്? ദൈവം മനുഷ്യരോട് കൂടെ എന്ന. നമ്മൾ മത്തായി 1:22 അത് വായിക്കുന്നുണ്ട്. അപ്പം ദൈവം മനുഷ്യരോട് കൂടെയുള്ള ആ ഇമ്മാനുവേൽ, ആ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ, താൻ ദൈവമാണെന്ന് തന്നെ അവിടെ വളരെ വ്യക്തമായിട്ടും പ്രസ്താവിക്കുക. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശിഷ്യന്മാര് കർത്താവിനെ ദൈവമായിട്ട് കണ്ടോ? നിശ്ചയമായിട്ടും നമുക്കറിയാം, കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ്, കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശിഷ്യന്മാരെല്ലാം തോമസിനോട് പറഞ്ഞു, തോമസേ, ഞങ്ങൾ കർത്താവിനെ കണ്ടു, കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ കർത്താവിനെ കാണാതെ അവൻ്റെ കൈകളിലെ ആ ആടിപ്പാടിൽ എൻ്റെ കൈവിരലിടാതെ അവൻ്റെ ആ നെഞ്ചിലേറ്റ ആ വിടവിൽ എൻ്റെ കൈ ഇടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയാനിടയായി. കർത്താവ് പിന്നീട് വെളിപ്പെട്ടപ്പോൾ
തോമസും അവിടെ മധ്യത്തിലുണ്ടായിരുന്നു. അവിടെ തോമസിനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു, തോമസേ, നീ കൈ നീട്ടുക, എൻ്റെ ഈ കയ്യിൽ നിൻ്റെ ആ വിരലിട്ട് നോക്കിക്കേ, ഞാൻ തന്നെയാ. അപ്പോൾ തോമസ് പറയുന്ന ഒരു കാര്യമാണ്, പിന്നെ എന്താണെന്നറിയാമോ, അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവിടെ തോമസ് കർത്താവിനോട് പറയുന്നത് എന്തുവാണ്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. എൻ്റെ കർത്താവെ എന്ന് വിളിച്ചാലും ദൈവം തന്നെയാണ്. ദൈവവുമായുള്ളവേ, നമുക്ക് ആ രണ്ട് പ്രയോഗങ്ങളും ഇവിടെ തോമസ് ഉപയോഗിക്കാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം, ശിഷ്യന്മാർ തന്നെ കർത്താവിനെ ദൈവമേ എന്ന് വിളിച്ചു. ഇനി നമ്മൾ യോഹന്നാന്റെ 1-ാം ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ യോഹന്നാൻ ശിഷ്യൻ പറയുന്നത്, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. നോക്കുക, ഇവിടെ യോഹന്നാൻ വളരെ വ്യക്തമായും സമർത്ഥിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നാണ്. സത്യദൈവം. അവിടുന്ന് സത്യദൈവമാണ്. നമ്മൾ ഇതിനു മുൻപും ഓരോ വാക്യങ്ങളിലൂടെ വായിക്കുകയുണ്ടായല്ലോ. അവിടുന്ന് എങ്ങനെയുള്ളതാണ്? സത്യദൈവം. ഇവരെ നമ്മൾ ദൈവത്തെ മാത്രമേ ദൈവമായിട്ട് കാണാവൂ. വീണ്ടും നമ്മൾ ഈ ദൈവം എന്നുള്ള ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നോക്കുക, അവിടുന്ന് ആരാണ്? സർവശക്തിയുള്ള ദൈവം. അപ്പം സർവശക്തൻ എന്നുള്ളത് ദൈവത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദപ്രയോഗമാണ്. അപ്പൊ ഇവിടെ കർത്താവ് തന്നെ അരുളി ചെയ്യുകയാണ്, ഞാൻ ആരാണ്? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ താൻ ദൈവമാണ്, അതും സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് കർത്താവ് തന്നെ പറയുന്ന വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോക്കുക, എത്ര വ്യക്തമാണ്. ഇനിയും നമ്മൾ ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെ പുത്രനെ വിളിക്കുന്ന ഒരു പേര് എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിലുണ്ട്. അതും വളരെ വ്യക്തമായൊരു കാര്യമല്ലേ? പിതാവ് പുത്രനെ വിളിക്കുന്നത് ദൈവമേ എന്നാണ്. നോക്കുക, എബ്രായ ലേഖനം 1-ന്റെ 8-ാം വാക്യം. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. കണ്ടോ? അപ്പോൾ ദൈവമേ എന്നാണ് പുത്രനെ പിതാവായ ദൈവം തന്നെ വിളിക്കുന്നത്. അപ്പോൾ ചിന്തിക്കുക, ഇനിയും നമുക്ക് സംശയം വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും ലേവലേശം സംശയമില്ലാതെ നമ്മൾക്കത് വിശ്വസിക്കാനായിട്ട് കഴിയും. പിന്നെ നമുക്കറിയാം, പൗലോസ്ലീഹ ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ 1-2 കാര്യം മാത്രം ഓർപ്പിക്കാം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം അവിടെ വായിക്കുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതായിട്ടും. അപ്പം കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് മഹാദൈവമെന്ന്. നോക്കുക, അവിടുന്ന് മഹാദൈവം. അതേ പൗലോസ്ലീഹ തന്നെ റോമാലേഖനത്തിൽ അതിൻ്റെ 9-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ സർവത്തിനും, അതേ 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ബി പാർട്ട്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. നോക്കുക, ഞങ്ങളുടെ പ്രയോഗമാണ്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. നോക്കുക, അപ്പോൾ
ദൈവത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു ദൈവമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ആ ദൈവത്തിന് ചുരുങ്ങിയത് 4 ഗുണവിശേഷങ്ങളെങ്കിലും വേണം. എന്തൊക്കെയാണെന്ന് അറിയാമോ? 1, ദൈവം സർവശക്തനാകുന്നു. 2, ദൈവം സർവജ്ഞാനിയാകുന്നു. 3, ദൈവം സർവവ്യാപിയാകുന്നു. 4, ദൈവം നിത്യനാകുന്നു. ഈ 4 ഗുണവിശേഷം ഇല്ലാത്ത ഒരുവനെ നമുക്ക് ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കാര്യം കൂടി എല്ലാം കൂടെ ഇന്ന് തീർത്ത് പറയാനായിട്ട് നമുക്ക് സമയം ലഭിക്കുകയില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ദൈവം സർവശക്തനാണ്, അല്ലെങ്കിൽ ദൈവം സർവശക്തനാണ്. അപ്പോൾ ക്രിസ്തു സർവശക്തനാണ് എന്നുള്ളതിന് നമുക്ക് അനേക തെളിവുകളുണ്ട്. കാരണം അവിടത്തേക്ക് എല്ലാത്തിന്മേലും അധികാരമുണ്ട്. അവൻ സർവശക്തനാണ്. അവിടത്തേക്ക് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം, ലൂക്കോസ് 4-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. ഇത് ശിമോന്റെ വീട്ടിൽ ശിമോന്റെ അമ്മായിയമ്മ കഠിന ജ്വരം ബാധിച്ച് കിടന്നപ്പോൾ കർത്താവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ കർത്താവിന് രോഗത്തിന്മേലുള്ള അധികാരത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവിടത്തേക്ക് രോഗത്തിന്മേൽ അധികാരമുണ്ട്. 2, അവിടത്തേക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, 8:16, അവിടെ നമ്മൾ വായിക്കുന്നത്, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ഭൂതാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അപ്പോൾ ഭൂതങ്ങളെയും പുറത്താക്കുവാൻ അവിടത്തേക്ക് അധികാരമുണ്ട്. രോഗത്തിന്മേൽ, സകല രോഗത്തിന്മേലും അധികാരമുണ്ട്. ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. മറ്റൊന്ന് നമ്മൾ കാണാൻ കഴിയുന്നത്, പ്രകൃതിയുടെ മേൽ കർത്താവിന് അധികാരമുണ്ട്. മത്തായി അതേ 8-ാം അധ്യായം അതിൻ്റെ 26-ഉം 27-ഉം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, കർത്താവ് ശിഷ്യന്മാരുടെ കൂടി ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കടലിൽ വലിയ കാറ്റും കോളും തിരമാലകളും ഉണ്ടായി. ശിഷ്യന്മാർ അവർ ഭയവിക്കുലരായി. അവർ പോയി പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നു. അപ്പോൾ കർത്താവിനെ അവർ ഉണർത്തി. അപ്പോൾ കർത്താവ് അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? ഇത് മത്തായി 8-ാം അധ്യായം 26-ഉം 27-ഉം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാറ്റിന്മേലും കടലിന്മേലും പ്രകൃതി ശക്തിയിന്മേലും കർത്താവ് അധികാരമുള്ളവനാണ് എന്ന് തൻ്റെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തികളിലൂടെ കർത്താവ് തെളിയിക്കുക. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവിന് മരണത്തിന്മേലും അധികാരമുണ്ട്. കാരണം കർത്താവ് തന്നെ ഈ കാര്യം, കർത്താവിൻ്റെ ഓരോ പ്രസ്താവനകൾ എത്ര ശ്രേഷ്ഠമാണ്. യോഹന്നാൻ 5:25 കർത്താവ് പറഞ്ഞ ആ വാക്യം നമ്മൾ ഓർക്കണം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അത് സർവശക്തനായ ദൈവത്തിനല്ലാതെ മറ്റാർക്കാ കഴിയുക? അപ്പോൾ നമ്മൾ ചിന്തിക്കുക. ഇത് പറഞ്ഞ ശേഷം നമുക്കറിയാം, പിന്നെ ലൂക്കോസ് 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നൈനിലെ വിധവയുടെ മകനെ അവനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോവുക. അവിടെ കർത്താവ് ഉയർപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നോക്കുക, വീണ്ടും രോഗിയായി കിടന്ന് മരിച്ചുപോയ യായിറോസിന്റെ മകളെ നമ്മൾ ലൂക്കോസ് 8-ാം അധ്യായം അതിൻ്റെ 54-55 വാക്യങ്ങളിൽ കർത്താവ് അവളെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 43 മുതൽ 44 വരെയുള്ള വാക്യം, മരിച്ച് 4 ദിവസമായ ലാസറിനെ, കല്ലറിൽ അടക്കം ചെയ്ത ലാസറിനെ
ഉയർപ്പിക്കുന്നതായിട്ടാണ്. അപ്പോൾ കർത്താവിന് എന്തുണ്ട്? അധികാരമുണ്ട്. അവൻ സകലത്തിലെയും അധികാരിയാണ്. അവൻ എല്ലാറ്റിന്മേലും അധികാരമുണ്ട്. അപ്പോൾ മരിച്ച് അടക്കാൻ കൊണ്ടുപോയവനെ, വീട്ടിൽ കിടക്കുന്നവളെ, കല്ലറയിൽ കിടന്നവനെ ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മരണത്തിന്മേലും തനിക്ക് അധികാരമുണ്ട്. മാത്രമല്ല തനിക്ക് എല്ലാറ്റിന്മേലും അധികാരമുണ്ടെന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യം, അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. അപ്പോൾ നോക്കണം, അപ്പോൾ എല്ലാത്തിന്മേലെ അധികാരമുള്ളവൻ, എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം കാണാനും കാണപ്പെടാത്തതുമായിരിക്കുന്ന സകലത്തിന്മേലും അധികാരമുള്ളവനാണ്. അങ്ങനെ അധികാരമുള്ള ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും. അപ്പോൾ അവനാണ് സകലത്തെയും ഭരിക്കുന്നവൻ, വഹിക്കുന്നവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ. എത്ര വലിയ കാര്യമാണ്! അങ്ങനെയുള്ളവനാ ദൈവം. അവിടുന്ന് സർവശക്തനാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഇന്നും ഈ കർത്താവിനെ എന്തായിട്ടാണ് കാണുന്നത്? നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചിന്തിക്കാം എന്ന് വിചാരിക്കുക. കാരണം സമയം അത്രയ്ക്ക് നമുക്ക് അതിക്രമിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട്, കർത്താവ് സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, അവിടെ നിത്യനാണ്, ഈ വിഷയങ്ങൾ നാളത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കർത്താവ്, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഏക സത്യ ദൈവമാണ്. ആ കർത്താവിൽ ഇന്ന് ആയിരിക്കുക എന്നുള്ളത് എത്ര ഭാഗ്യകരമാണ്. ഇന്ന് നിങ്ങൾ കർത്താവിലാണെന്ന് ഉറപ്പുണ്ടോ? പിതാവായ ദൈവം നിങ്ങളെ പുത്രനിലാക്കി വെച്ചിരിക്കുന്നെന്ന് ഉറപ്പുണ്ടോ? ക്രൂശിലെ മരണത്തെ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായി കാണുവാനും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനും നിങ്ങൾക്ക് ഇടയായിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ തികച്ചും ഭാഗ്യവാന്മാരാണ്. ദൈവദൃഷ്ടിയിൽ നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ഈ യേശു ക്രിസ്തു നമ്മുടെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ ഇടയാക്കണമേ. അതിനെ ദൈവം ഇന്നത്തെ കേൾവിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.